അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 58 പേജ് 85. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. وأما تنكيره فللإفراد وأما تنكيره مسند إليه نكرياكل أي تنكير المسند تنكير المسند إليه مسند إليه نكرياكي കൊണ്ടുവരൽ ഫലിൽ ഇഫ്റാദി ഒരു ഫർദിനെ കരുതിയതിന് വേണ്ടിയിട്ടാണ്. അതായത് ആ മുസ്നദിലേഹി വാഹിദായാലും തസ്നിയായാലും ജംആയാലും ഒരു ഫർദിനെ കരുതിയതിന് വേണ്ടി. അതായത് ജാഅ റജുലുൻ, ഒരു റജുല് വന്നു. റജുല് എന്ന ഇസ്മ ജിൻസ് ഏതൊന്നിന്റെ മേൽ വാക്കിയാകുന്നുവോ അതിന്റെ അഫ്റാദിൽ നിന്ന് ഒരു മുഅയ്യനല്ലാത്ത ഫർദിനെ കരുതി. അപ്പോൾ റജുലുകളുടെ കൂട്ടത്തിൽ ഒരു റജുല്. ജാഅ റജുലാനി എന്ന് പറഞ്ഞാൽ ഏതോ രണ്ട് റജുല്, അതൊരു ഫർദാണ്. റജുലാനി എന്നത് ആർക്കെല്ലാം പറയാൻ പറ്റും? ഏത് രണ്ട് റജുലിനും പറയാൻ പറ്റും. അപ്പോൾ റജുലാനിക്ക് ഒരുപാട് ഫർദുകളുണ്ട്, മുസന്നയായ ഫർദുകൾ. അതിൽ നിന്ന് ഒരു ഫർദ് റജുലാനി, രണ്ട് റജുല്. ഈ രണ്ട് റജുല് എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് റജുലിനും രണ്ട് റജുല് എന്ന് പറയാം. അതിൽപ്പെട്ട ഏതോ രണ്ട് റജുല്, അതാണ് ഒരു ഫർദ്. ജാഅ റിജാലുൻ, ഒരുപാട് റജുലുകൾ വന്നു, ചുരുങ്ങിയത് 3, എത്രയും ആവാം എന്ന് സങ്കല്പിക്കാം. അപ്പൊ റിജാല് എന്നത് സാധിക്കാവും, ചുരുങ്ങിയത് അക്കല്ലുൽ ജമ്മ് സലാസത്താണെന്ന് മനസ്സിലാക്കുക. ഇസ്നാനി മുസന്ന നമ്മൾ വേറെ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ റിജാല് എന്നത് ഏത് 3 റജുലിനും സാധിക്കാവും. അതിൽപ്പെട്ട ഏതോ 3 റജുല്, അല്ലെങ്കിൽ 3-നേക്കാളധികം എന്നർത്ഥം. അതാണ്. അപ്പോൾ ഒരു ഫർദിനെ കരുതിയ, മുഅയ്യനല്ലാത്തൊരു ഫർദിനെ കരുതിയതിന് വേണ്ടിയിട്ട്. ജാഅ റജുലുൻ എന്ന് പറഞ്ഞാൽ റജുല് എന്ന് ഏതിന്റെ മേലെല്ലാം പറയാൻ പറ്റും, അതിൽ നിന്ന് ഒരു റജുല്. ജാഅ റജുലാനി, റജുലാനി എന്ന് ഏതൊന്നിന്റെ മേൽ പറയാൻ പറ്റും, അതിൽപ്പെട്ട 2 റജുല്. അത് ഏത് 2 റജുലും ആവാം. ഏതോ 2 റജുല് വന്നു. അതുപോലെ തന്നെ റിജാല്, ജാഅ റിജാലുൻ, റിജാല് വന്നു. റിജാല് എന്നത് ഏതൊന്നിന്റെ മേൽ പറയാൻ പറ്റും? പല റിജാലുകൾക്കും റിജാല് എന്ന് പറയാം. അതിൽപ്പെട്ട ഒരു റിജാല്, അതും ചുരുങ്ങിയത് 3 ആളുണ്ടാവും. പരിശുദ്ധ ഖുർആനിൽ റജുല് എന്ന നക്കിറ 24 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അൽ ബഖറ 286-ൽ ഫഇല്ലം യകൂന റജുലൈനി ഫറജുലുൻ എന്ന് പറഞ്ഞു. നിസാ 12-ാം ആയത്തിലും അഅ്റാഫ് 63-ലും പിന്നെ അഅ്റാഫ് 69-ലും യൂനുസ് 2-ലും ഹൂദ് 76-ലും അൽ മുഅ്മിനൂൻ 25-ലും അൽ മുഅ്മിനൂന 38-ലും ഖസസ് 20-ലും. ഖസസ് സൂറത്തിലെ ഒരു ആയത്താണ് ഇവിടെ ഉദാഹരണം കൊണ്ടുവന്നിട്ടുള്ളത്. ജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ. ഇവിടെ മുസന്നിഫ് തങ്ങൾ എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. താഴെ വരുന്നുണ്ട്, അടുത്ത വരിയിൽ വരുന്നുണ്ട്. അത് ഖസസ് സൂറത്തിലെ 20-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ അഹ്സാബ് 4-ലും സബഅ് 7, സബഅ് 43, സുമർ 29, ഗാഫിർ 28, പിന്നെ യാസീൻ 20,
യാസീൻ 20 സൂറത്ത് നമുക്കറിയാം. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ, അതാണ് യാസീൻ സൂറത്തിലുള്ളത്. വജാഅ മിൻ അഖ്സൽ മദീനത്തി, ഇവിടെ വരുന്നതായിട്ട് വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി, അത് ഖസസ് സൂറത്തിലെ 20-ാമത്തെ ആയത്താണ്. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി. യാസീൻ സൂറത്തിൽ ഉള്ളത് വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ. ഒന്നിൽ ജാഅന്റെ തൊട്ട് പിന്നിൽ റജുല് പറഞ്ഞു, മറ്റത് കുറച്ച് പിന്തിയിട്ടാണ് റജുല് പറഞ്ഞത്. മിൻ അഖ്സൽ മദീനത്തിനെ മുന്തിച്ചാ പറഞ്ഞത്. ഖസസിൽ മിൻ അഖ്സൽ മദീനത്തിനെ പിന്തിച്ചിട്ടാണ് പറഞ്ഞത്. ഓരോന്നിനും അതിന്റെ മക്കാം അനുസരിച്ച് ഖുർആനിൽ വന്നു എന്നർത്ഥം. അതുപോലെ തന്നെ സുമർ 29, ഗാഫിർ 28, സുഹ്റഫ് 31, അന്നാമ് 9, അഅ്റാഫ് 155, ഇസ്റാ 47, അൽകഹ്ഫ് 37. സുമ്മ സവ്വാക റജുല, ഫുർഖാൻ 8, സുമർ 29. സുമർ 29 രണ്ട് സ്ഥലത്തുണ്ട്. സുമർ സൂറത്ത് 29-ാമത്തെ ആയത്തിൽ 2 സ്ഥലത്ത് റജുല് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാഫിർ 28. ഇങ്ങനെ 24 മുഫറദായ റജുലിനെ ഖുർആനിൽ വന്നു. റജുലാനി എന്നുള്ളത് 5 സ്ഥലത്ത് വന്നിട്ടുണ്ട്. മാഇദ സൂറത്ത് 23 ഖാല റജുലാനി മിനല്ലദീന. അൽ-ബഖറ 282 ഒരു റജുലാനി വന്നിട്ടുണ്ട്. നഹ്ൽ 76, അൽ-കഹ്ഫ് 32, ഒദ്രിബ് ലഹും മസല റജുലൈനി, ഖസസ് 15, റിജാലി 28 സ്ഥലത്തിലും വന്നിട്ടുണ്ട്. ഇതെല്ലാം മുഅയ്യനല്ലാത്ത അഫ്റാദാണ് ഇവിടെ ഖസദുള്ളത്. അപ്പോൾ എന്താ? ഫലിൽ ഇഫ്റാദി, മുഫറദാക്കലിനെ കരുതിയതിന് വേണ്ടിയിട്ടാണ്. ഐലിൽ ഖസ്ദി ഇലാ ഫർദിൻ മിമ്മാ യഖഉ അലൈഹി ഇസ്മുൽ ജിൻസി. ഇസ്മുൽ ജിൻസ് ഏതൊന്നിന്റെ മേൽ വാക്കിയാകുന്നുവോ അതിന്റെ അഫ്റാദിൽ നിന്ന് ഒരു മുഅയ്യനല്ലാത്ത ഫർദിലേക്ക് ലക്ഷ്യം വെച്ചതിന് വേണ്ടി മുസ്നദ് ഇലൈഹിയെ നിക്റയാക്കും. നഹ്വു വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ. അത് ഫിർഔനിന്റെ കുടുംബത്തിൽപ്പെട്ടൊരു മുഅ്മിനായ ആളുണ്ടല്ലോ, മറ്റൊരു സൂറത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഗാഫിർ സൂറത്ത് 28-ാമത്തെ ആയത്തില് വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന, ആലി ഫിർഔനിൽ നിന്നുള്ള മുഅ്മിനായ റജുല്, ആ റജുലിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. എന്ത്? വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി. അവിടെ ഈ റജുല് ആരാണെന്ന് അല്ലാഹുവിനറിയാം. പിന്നെ നക്കിറാക്കിയത് എന്തിനാണ്? ഇവിടെ മുഖാത്തബീങ്ങൾക്ക് അതേ അറിയേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് നക്കിറാക്കി പറഞ്ഞു. ഒരാള് വന്നിട്ട് പറഞ്ഞു മൂസാ നബിയോട്, യാ മൂസ ഇന്നൽ മലഅ എന്ന് പറഞ്ഞു. മുഖാത്തബീങ്ങളെ ഈ റജുല് ഏതാണെന്ന് അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യം ആർക്കില്ല? മുത്തക്കല്ലിമായ അല്ലാഹുവിന് ഇല്ല. അത് പിന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ആരാണെന്ന്. അവിടെ ഒരു ഫർദിനെ, മുഅയ്യനല്ലാത്തൊരു ഫർദിനെ കരുതിയതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വജാഅ റജുലുൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കാമനുസരിച്ച് മനസ്സിലാക്കണം. ഇവിടെ നെക്കിറാക്കിയത് എന്തിനാണെന്ന് ആ സ്ഥലത്തിൽ നിന്ന് മനസ്സിലാവും. അവിൻ നൗഇയ്യത്തി, അല്ലെങ്കിൽ നൗഇയ്യത്തിനെ കരുതിയതിന് വേണ്ടിയിട്ടാണ്. അവിടെ നൗഇയ്യത്തിനെ കരുതുന്നിടത്ത് ഫർദിനെ കരുതാൻ പറ്റാതെ വരും. അങ്ങനത്തോടത്ത് നൗഇയ്യത്തിനെ കരുതണം. ഐലിൽ ഖസ്ദി ഇലാ നൗഇൻ മിൻഹു, ആ ഇസ്മു ജിൻസിന്റെ ഒരു ഇസ്മു ജിൻസിൽ നിന്നുള്ള ഒരു നൗഇലേക്ക് ലക്ഷ്യം വെച്ചതിന് വേണ്ടി. നഹ്വു വഅലാ അബ്സാരിഹിം ഹിഷാവ, അവരുടെ കണ്ണുകളിൽ ഒരു തരം മൂടിയുണ്ട്. അവിടെ ഏതോ ഒരു മൂടിയുണ്ട് എന്ന് മുഅയ്യനല്ലാത്ത ഫർദിനെ അവിടെ ഖസ്ദ് ചെയ്യാൻ പറ്റൂല. കാരണം എല്ലാവർക്കും കൂടി ഒരു മൂടിയല്ലല്ലോ, പലർക്കും പല മൂടികളാണ്. അതുകൊണ്ട് അപ്പൊ അവിടെ നൗഇയ്യത്ത് ഒരു തരം മൂടി. ഏതാനായി നൗഉം മിനൽ അഖ്തിയത്തി, മൂടികളിൽ നിന്ന്, അടപ്പുകളിൽ നിന്ന് ഒരു നൗ. വഹുവ ഖിത്താഉ തആമി അൻ ആയാത്തില്ലാഹി,
അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് നേരെ കണ്ണടക്കൽ എന്ന മൂടിയാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് നേരെ കണ്ണടക്കൽ എന്ന മൂടി. കണ്ണടച്ചിരുട്ടാക്കൽ. അപ്പോൾ ഒന്നും കാണൂലല്ലോ. കണ്ണടച്ചാണ് ഇരുട്ടാക്കുക. എന്നാ ഒന്നും കാണാൻ കഴിയൂല. ഒഫിൽ മിഫ്താഹി, മിഫ്താഹിലുണ്ട് എന്തുണ്ട്? അന്നഹൂലി തഅലീമി, ഹിശാബത്തിലെ തെൻവീൻ തഅലീമിലേക്കാണ്. അതിന് പറയാൻ പോകുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഹിശാബത്തിലെ തെൻവീൻ അത് നൗഇയ്യത്തിനാണോ തഅലീമിനാണോ എന്ന് അഭിപ്രായമുണ്ട്. അത് തഅലീമിനും ആക്കാം. എയ്റ്റിബാറനുസരിച്ച് ഓരോ എയ്റ്റിബാറിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. ഈ ഹിശാബത്തുൻ നദീമത്തുന്നൊരു വലിയ മൂടിയതാ. അതുകൊണ്ടാണ് മൂടിയാൽ ഒന്നും കാണാൻ കഴിയൂല. അവി തഅലീമി, അല്ലെങ്കിൽ നെക്കിറയാക്കൽ തഅലീമിന് വേണ്ടി നെക്കിറയാക്കും. അപ്പോൾ ഓരോ സ്ഥലത്തും തഅലീമിനാണോ തഹ്കീറിനാണോ നൗഇയത്തിനാണോ ഇഫ്രാദിനാണോ എന്നുള്ളതൊക്കെ ആ സന്ദർഭത്തിൽ നിന്നേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ കൗലി ഷാഹിറിന്റെ കൗല് പോലെ ലഹു ഹാജിബുൻ ഫീ കുല്ലി അംദിൻ യശീനുഹു വലൈസ ലഹു അൻ താലിബിൽ ഉർഫി ഹാജിബു. ലഹു, അദ്ദേഹത്തിനുണ്ട്, ഹാജിബുൻ, ഒരു വലിയ ഒരു മഹത്തായ ഒരു മറയുണ്ട്, ഒരു തടസ്സമുണ്ട്. ഫീ കുല്ലി അംദിൻ, എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് ഒരു വലിയ മറയുണ്ട്. എങ്ങനത്തെ കാര്യം? യശീനുഹു, ആ കാര്യം അദ്ദേഹത്തെ ഐബിലാക്കും. ഏതാണ് ഹാജിബ്? ഹാജിബ് അയാളുടെ ആ പ്രകൃതി തന്നെ, അയാളുടെ ഇൻസാനിയത്താവുന്ന ആ പ്രകൃതി, അതാണത്. ഐബുഹു, അദ്ദേഹത്തെ ഐബാക്കുന്ന എല്ലാ കാര്യത്തിലും ഒരു മറയുണ്ട്. വലൈസ ലഹു അൻ താലിബിൽ ഉർഫി ഹാജിബു, അദ്ദേഹത്തിനില്ല താലിബിൽ ഉർഫി, നല്ല കാര്യങ്ങൾ അന്വേഷിക്കലിനെ തൊട്ട് ഹാജിബിന് ഒരു ചെറിയ മറ പോലുമില്ല. അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഏത് കൊച്ചു കുട്ടികളോടും അദ്ദേഹം ചോദിക്കും. ഐ മാനിഉൻ ഹക്കീറുൻ, ചെറിയ തടസ്സം പോലുമില്ല. ഫകൈഫ ബിൽ അദീമി, അപ്പോൾ വലിയ തടസ്സം എങ്ങനെ ഉണ്ടാകാനാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹാജിബ്, രണ്ട് ഹാജിബ് എന്ന് ഇവിടെ പറഞ്ഞു. ഒന്നാമത്തെ ഹാജിബ് തെൻവീൻ തഅലീമിനും, രണ്ടാമത്തത് തഹ്കീറിനുമാണ്. അവി തക്സീരി, അല്ലെ തക്സീറിന് വേണ്ടി മുസനദിലേയെ നിക്കിറയാക്കും. കൗലിഹിം, അവരുടെ കൗല് പോലെ. എന്താണ് കൗല്? കൗല് ഇന്നലഹൂല ഇബ്ലൻ, അയാൾക്ക് ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. വ ഇന്നലഹൂല ഗനമാ, ഒരുപാട് ആടുകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാടുണ്ട് എന്നെങ്ങനെ കിട്ടി? അതൊക്കെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുകയാണ്. മക്കാമിൽ നിന്ന് എവിടെയാണ് ഇത് ഉപയോഗിച്ചത് എന്ന് നോക്കണം. അവി തക്ലീലി, തക്ലീലിനും അല്ലെങ്കിൽ തക്ലീലിനുക്കാണ് നിക്കിറാക്കുന്നത്. നഹ്വു റിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു ചെറിയ റിദ്വാനാണ്, ഒരു ചെറിയ പൊരുത്തമാണ് അക്ബർ, ആ സ്വർഗത്തിൽ മറ്റുള്ളവയേക്കാൾ വലുത്. പലതും സ്വർഗത്തിലുണ്ട്, അതിനേക്കാളെല്ലാം വലുതെന്താ? അല്ലാഹുവിൽ നിന്നുള്ള ഒരു ചെറിയ പൊരുത്തം. നമ്മെ എല്ലാവരെയും അല്ലാഹുവിന് തൃപ്തിയുള്ളവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നെക്കിറാക്കുന്നപ്പോൾ ഒരു മുഅയ്യനല്ലാത്ത ഫർദിനെ കരുതിയതിന് വേണ്ടി, തഅലീമിന് വേണ്ടി അല്ലെങ്കിൽ തഹ്കീറിന് വേണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തക്സീറിന് വേണ്ടി, തക്ലീലിന് വേണ്ടി. അതുകൊണ്ട് എന്ത് മനസ്സിലായി? തക്സീറും തഅലീമും ഒന്നല്ല, അതുപോലെ തഹ്കീറും തക്ലീലും ഒന്നല്ല. വൽ ഫർഖു ബൈന തഅലീമി വ തക്സീരി, തഅലീം തക്സീറിന്റെ ഇടയിലുള്ള ഫർഖ് അത് എന്താണ്? അന്ന തഅലീമ
തഅലീം ബിഹസ്ബി ഇർതിഫാഇ ശൈനി, നിലവാരത്തിന്റെ ഉയർച്ചയുടെ സ്ഥിതി അനുസരിച്ചും ഉലുവി തബഖത്തി, സ്ഥാനത്തിന്റെ ഉയർച്ച, അതും ഉലുവും ഇർതിഫാവും തന്നെ ഉയർച്ചയുടെ സ്ഥിതി അനുസരിച്ചുമാണ്. അപ്പൊ സ്ഥാനത്തിന്റെ ഉയർച്ച അത് നോക്കിയിട്ടാണ് തഅലീം ഉണ്ടാവുക. അത് എണ്ണം കമ്മിയായിരിക്കും. വത്തക്സീറൊന്നും വായിക്കാം അവിടെ. വത്തക്സീറ രണ്ടും വായിക്കാം. വത്തക്സീറ തക്സീർ ബിഇത്തിബാരിൽ കമ്മിയാത്തി വൽ മഖാദീരി, കമ്മിയാത്ത് മഖാദീറിനെ ഇത്തിബാർ ചെയ്തുകൊണ്ടിട്ട. കമ്മിയാത്ത് എന്നാണ് പറഞ്ഞത് കമ്മ് മുൻഫസില്, മഖാദീർ എന്ന് പറഞ്ഞ് കമ്മ് മുത്തസിലും, രണ്ടും കമ്മന്നെയാണ്. അപ്പൊ കമ്മ് മുൻഫസിലിന് കമ്മിയാത്ത് എന്ന് പറഞ്ഞു, കമ്മ് മുത്തസിലിന് മിഖ്ദാർ എന്നും പറഞ്ഞു. തൂല്, നീളം, വീതി, ആഴം എല്ലാം പറയില്ല, കനം, അതൊക്കെ കമ്മ് മുത്തസിലാണ്. അതനുസരിച്ചാണ് എന്തുണ്ടാവല്, തക്സീർ ഉണ്ടാവില്ല, പെരുപ്പം. അപ്പൊ പെരുപ്പം എന്ന് പറഞ്ഞാൽ കില്ലത്തും കസറത്തും അതിലുണ്ടാവും. മറ്റേല് കില്ലത്തും കസറത്തും അല്ലാത്ത നീമില് കനം കൂടുതലാണ്, വണ്ണം കൂടുതലാണ്. എണ്ണം കമ്മിയാണെങ്കിലും വണ്ണം കൂടുതൽ. അതേ സമയത്ത് പിന്നെ ഏതില് തഅലീമില് അതെ തക്സീറില് വണ്ണം കമ്മിയാണെങ്കിലും എണ്ണം കൂടും എന്ന് ചുരുക്കം. അപ്പൊ തഹ്കീക്കൻ യഥാർത്ഥത്തിൽ തന്നെ എന്താണ് തക്സീർ ഉണ്ടാവും, കമ്മിയാത്തും മക്കാത്തും ഇത്തിബാർ ചെയ്തിട്ട്. കമാഫിൽ ലിബിലി, ഒട്ടകത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് ഒട്ടകം. അപ്പൊ 1, 2, 3 ഒരുപാട് എണ്ണങ്ങളുണ്ട് എന്നർത്ഥം. അത് കമ്മ മുൻഫസിലാവും. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വീതി, നീളം കൂടിയതായൊരു സാധനം, നീളം കമ്മിയുള്ളതും കൂടിയതുണ്ട്. അപ്പൊ നീളം കൂടിയുള്ളതിന് അവിടെ തക്സീറുണ്ട്. അത് എന്താണ്, അളവ് കൂടുതലുണ്ട്, അപ്പൊ പെരുപ്പം ഉണ്ടല്ലോ. അല്ലെ തക്ദീറിലാണ്. തക്ദീറിൽ എന്താണ്, കമ്മിയാത്തിനെ മക്കാദിനെ ഏറ്റുപാറ് ചെയ്യുക. തെഹക്കീക്കിൽ ഏറ്റുപാറ് ചെയ്യുക, അല്ലെങ്കിൽ തക്ദീറിൽ ഏറ്റുപാറ് ചെയ്യലുകൊണ്ട്. കമാഫി റിളുവാൻ, റിളുവാനിലുള്ളതുപോലെ. ആയത്തിൽ പറഞ്ഞ റിളുവാനല്ല, അവിടെ തക്കലീലിക്കാണ്. ഒരു റിളുവാനുൻ, വലിയ തൃപ്തി എന്ന് പറയാ. അപ്പൊ ഈ റിളുവാൻ എന്നുള്ളതൊരു മൈനയാണല്ലോ, ഒരു ഐനായ സാധനമല്ല. ഏതുപോലെ ഒട്ടകം പോലെ ഐനല്ല, ഒരു മൈനയാണ്. അവിടെ നമ്മൾ എന്താണ് മുത്തഅല്ലഖിനെ ഇത്തിബാർ ചെയ്തിട്ട് അവിടെ തക്സീറും തക്ലീലും തീരുമാനിക്കൽ. ഫീ നഫ്സിൽ റിളുവാൻ എന്തല്ല, ഫീ നഫ്സിൽ അത് എന്തു പറ്റൂല, തക്സീറിനെ സ്വീകരിക്കുന്ന സാധനമല്ല തക്ലീലിനെയും. അപ്പൊ അതിനൊരു ഒരുപാട് ഫർദുകൾ ഉണ്ട് എന്ന് അതിന്റെ മുത്തഅല്ലഖാത്തിനെ ഇത്തിബാർ ചെയ്തിട്ടേ തീരുമാനിക്കാൻ കഴിയുള്ളൂ. ഫീ നഫ്സിൽ അതിന് റിളുവാനിന് ഒരുപാട് ഫർദുകളില്ല, ഒരു മൈനയാണ്, ഒരൊറ്റ മൈനയാണത്. ആ മൈനാക്ക് ഒരുപാട് ഫർദുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കാം. കാരണം തൃപ്തി കൂടുതൽ, ഒരാളോട് കൂടുതൽ തൃപ്തിയും ഉണ്ടാവും, ചെറിയ തൃപ്തിയും ഉണ്ടാവും. ആ മുത്തഅല്ലഖാത്തിനെ ഇത്തിബാർ ചെയ്തിട്ടാണ് അവിടെ ഫർദുകൾ എന്താണ് തീരുമാനിക്കല്. അപ്പോൾ ഒരാളോട് ഒരു ചെറിയ തൃപ്തി, മറ്റൊരാളോട് അധികം തൃപ്തി. അപ്പോൾ അവിടെ കില്ലത്ത് കസറത്തിനെ സ്വീകരിച്ചല്ലോ അത്. വക്കദ തഹ്കീറു വക്കദ അത്തഹ്കീറു വത്തഖ്ലീലു, ഇങ്ങനെ തന്നെയാണ് തഹ്കീറും തഖ്ലീലും. അതായത് തഹ്കീർ എന്ന് പറഞ്ഞാൽ സ്ഥാനത്തിന്റെ പിന്നെ സ്ഥാനം കമ്മി, അതുപോലെ തന്നെ തഖ്ലീൽ എണ്ണം കമ്മി ഉണ്ടോ, തഹ്കീറും തഖ്ലീലും. വലിൽ ഇശാറത്തി ഇലാ അന്ന ബൈനഹുമാ ഫർഖൻ, ഈ തഅലീം തക്സീറിന്റെ ഇടയിൽ
ഫർക്കുണ്ട് എന്നതിലേക്ക് ഇഷാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തഅലീം തക്സീറിന്റെ ഇടയിൽ ഫർക്കുണ്ടാവുമ്പോൾ ഏതിന്റെ ഇടയിലും ഫർക്കുണ്ട്, തഹ്കീർ തഖ്ലീലിന്റെ ഇടയിലും ഫർക്കുണ്ട്. അത് നീ മനസ്സിലാക്കണം. വലിൽ ഇഷാറത്തി ഇലാ അന്ന ബൈനഹുമാ, ആ തഅലീം തക്സീറിന്റെ ഇടയിൽ ബൈനഹുമാ ഫർഖൻ, വലിൽ ഇഷാറത്തി ഇലാ അന്ന ബൈനഹുമാ ഫർഖൻ, തഅലീം തക്സീറിന്റെ ഇടയിൽ ഫർഖുണ്ട് എന്നതിലേക്ക് ഇഷാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഖാല മുസന്നിഫ് പറഞ്ഞത്. വഖദ് ജാഅ തൻകീറു ലിത്തഅലീമി വത്തക്സീരി, തീർച്ചയായിട്ടും തൻകീർ വന്നിട്ടുണ്ട്, നെക്കിറയാക്കല് തഅലീമിനും തക്സീറിനും വന്നിട്ടുണ്ട്, രണ്ടിനും. ഒന്നിരിക്കൽ തഅലീമിനാക്കുക അല്ലെങ്കിൽ തക്സീറിനാക്കുക, രണ്ടും ഒന്നല്ല എന്നറിയുമെന്ന് മനസ്സിലായല്ലോ. നഹ്വു യുകദ്ദിബുക ഫഖദ് കുദ്ദിബത് റുസുലുൻ മിൻ ഖബലികാന, തങ്ങളെ മുമ്പുള്ള ഒരുപാട് മുർസലീങ്ങളെ അവിടെ റുസുല് നെക്കിറയാക്കി. അവിടെ എന്താണ്, തക്സീറിനാണ്. അവിടെ ഒരുപാട് മുർസലീങ്ങൾ. അവിടെ ഇനി എന്തുവാക്കാം, തക്സീർ തഅലീമിനും ഒക്കെ ആക്കാം. എങ്ങനെ, റസൂലും തങ്ങളെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ എന്നായി. ഐദു അദദിൻ കസീരി എന്നാണ് ഒരു മാന. ഹാദാ നാദിറുൻ ഇല തക്സീരി, ആ മാന എന്താണ്, തക്സീറിലേക്ക് നോക്കുന്നതാണ്. ഏയ് ദു അദദിൻ കസീരിൻ കേട്ടോ, ദു അദദിൻ കസീരിൻ. പിന്നെ വദു ആയാത്തിൻ അല്ലേ, പിന്നെ എങ്ങനെയാണ്, ശാവത്തുൻ ലഹു ഹാജിബുൻ, പിന്നെന്താ, വഖദ് ജാഅ തൻകീറു ലിത്തഅലീം വത്തക്സീരി വദു അദദിൻ കസീരിൻ ഫഖദ് കുദ്ദിബത്തു റുസുലുൻ മിൻ ഖബലികായി ദവു അദദിൻ കസീരിൻ. ദു അദദിൻ കസീരിൻ അല്ല, ദവു അദദിൻ കസീരിൻ, കസീറായ അദദ് ഉടയവർ. നേരത്തെ ദു എന്ന് പറയുന്നത് പിഴച്ചതാണ്. ദവു അദദിൻ കസീരിൻ, കസീറായ അദദ് ഉടയവർ. അപ്പൊ എങ്ങനെ വായിക്കണം, ദവു എന്ന് വായിക്കണം കേട്ടോ. ദവു ആദാനാദിലെ തക്സീരി, ഇത് തക്സീറിലേക്ക് നോക്കുന്ന കൗലാണത്. അല്ലെങ്കിൽ ഔ ദവു ആയാത്തിൻ ഇലാമിൻ, വലിയതായ ആയത്തുകൾ ഉടയതിനെ ഒരു കളവാക്കി. അപ്പൊ റുസുലും മിൻ ഖബലിക തഅലീമിനിക്കാവുമ്പോൾ ആദാനാദിന് ഇല തഅലീമീന. അപ്പൊ ദു അദദിന്നല്ല, അത് കിതാബില് പെട്ടെന്നൊരു വാവ് കണ്ടില്ല, അതുകൊണ്ട് ദു അദദിന്ന് വായിച്ചു പോയതാണ്. ദവു അദദിൻ കസീരിൻ വദവു ആയാത്തിൻ ഇലാമിൻ വഖദ് യകൂനു ലിത്തഹ്കീരി വത്തഖ്ലീലി. ചിലപ്പോൾ എന്താണ്, തഹ്കീറിനും തഖ്ലീലിനും വരും. ആര്, ഈ തൻകീർ, തഹ്കീറിനും പിന്നെ അവിടെ കഴിയില്ലത്. അതെ, വഖദ് യകൂനു ലിത്തഹ്കീരി വത്തഖ്ലീലി നഹ്വു അസലലി മിന്നു ശൈഉൻ. ഹസനലി, എനിക്ക് ഹാസിലായി, മിന്ന അതിൽ നിന്ന് ഷൈഉൻ, ഒരു ഷൈഅ്, ഐ ഹക്കീറുൻ, ഒരു നിസാരമായ ഷൈഅ്, അത് തഹ്കീറിലേക്ക് നോക്കിയവര്. ഖലീലുൻ, ഒരു കുറഞ്ഞ വസ്തു, അത് തഖ്ലീലിലേക്ക് നോക്കിയവര്. രണ്ടും പക്ക അവിടെ, അത് ഇത്തിബാറനുസരിച്ച് മാറ്റാം. വമിൻ തൻകീരി ഗൈരിഹി ഐ ഗൈരിൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹി അല്ലാത്തതിന് നിക്കിറയാക്കിയതിൽ പെട്ടതാണ് ലിൽ ഇഫ്റാദി, മുഅയ്യനല്ലാത്ത ഫർദിനെ കരുതിയതിനു വേണ്ടി. പിന്നെ
വന്നൗഇയ്യത്തി അവിൻ നൗഇയ്യത്തി അല്ലെങ്കിൽ നൗഇയ്യത്തിനെ കരുതിയതിനു വേണ്ടി. നഹു അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ. അപ്പോൾ ദാബത്ത് ഏതോ ഒരു ദാബത്ത് എന്നാ, കൊല്ല് കടന്നപ്പോൾ ഓരോ ദാബത്തുമായി. ഓരോ ദാബത്തിനെയും, അത് ഇന്ന ദാബത്ത് എന്നല്ല, മുഅയ്യനല്ലാത്ത ഏതൊരു ദാബത്തും, മിൻ മാഇൻ ഒരു വെള്ളത്തിൽ നിന്ന്, ഓരോ വെള്ളത്തിൽ നിന്നും, ആ ദാബത്ത് കൊണ്ട് ഖാസായ വെള്ളം എന്നാണ് അവിടുത്തെ അർത്ഥം. അപ്പൊ എന്തായി അവിടെ? ഐ കുല്ല ഫർദിൻ മിൻ അഫ്റാദിൻ ദവാബി, ദവാബിന്റെ ഫർദുകളിൽ നിന്ന് ഓരോ ഫർദിനെയും പടച്ചു. മിമ്മ എന്ന് പറഞ്ഞാൽ മിൻ നുത്ഫത്തിൻ മുഅയ്യനത്തിൻ, ഒരു മുഅയ്യനായ നുത്ഫത്തിൽ നിന്ന് പടച്ചു. ഏതാണ് മുഅയ്യനായ നുത്ഫത്ത്? ഓരോ ദാബത്തിന്റെയും പിതാവിന്റെ നുത്ഫത്ത്. അപ്പൊ എന്തായി? രണ്ടും ഫർദിന് മുഅയ്യനല്ലാത്ത ഫർദാണ് അവിടെ. ഓരോ ദാബത്തിനും ആ ദാബത്തിന്റെ അച്ഛന്റെ നുത്ഫത്തിൽ നിന്ന്, അത് ഏതച്ഛനായ അച്ഛന്റെ നുത്ഫത്തായാലും ശരി എന്നർത്ഥം. ഒരു മുഅയ്യനായ നുത്ഫത്താണ്. മുഅയ്യനായ നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും പിതാവിന്റെ നുത്ഫത്ത്, ആ പിതാവ് ആരും ആവാം, ആ നിലക്കാണ് അത് മുഅയ്യനത്ത്. ഈ നുത്ഫത്തു അബീഹി, ആ ദാബത്തിന്റെ ഓരോ ദാബത്തിന്, ആ ദാബത്തിന്റെ ഫർദുകളുണ്ട്, ഓരോ ഫർദിന്റെയും അബിന്റെ നുത്ഫത്താണ്, ആ നിലക്കാണ് അത് മുഅയ്യനത്ത് എന്ന് പറഞ്ഞത്. അൽ മുഖ്തസ്സത്തു ബിഹി, എങ്ങനത്തെ നുത്ഫത്ത്? ആ അബിനെ കൊണ്ട് ഖാസായ നുത്ഫത്ത്, അതാണ് മുഅയ്യനായ നുത്ഫത്ത്. പക്ഷെ അത് ഏതു ആവാം. ഓരോ ദാബത്തിനെയും മിമ്മാഇൻ, ഓരോ വെള്ളത്തിൽ നിന്ന് പടച്ചു. ആ ഓരോ വെള്ളം ഓരോ ദാബത്തിനെയും കൊണ്ട് ഖാസായ വെള്ളം, അതായത് പിതാവിന്റെ നുത്ഫത്ത്. ഇവർ രണ്ട് സ്ഥലത്തും മുഅയ്യനല്ലാത്ത ഫർദാണ് കരുതിയത്. അപ്പൊ മിമ്മ എന്ന് പറഞ്ഞത് ഓരോ ദാബത്തിലെ ആ ദാബത്തിന്റെ അബിന്റെ നുത്ഫത്ത് എന്ന നിലക്കത് മുഅയ്യനാണ്. എങ്കിലും ആ അബ് മിമ്മ എന്ന് പറഞ്ഞാൽ അബിന്റെ നുത്ഫത്ത് എന്തല്ല, അത് മുഅയ്യനല്ല, ഏത് അബിന്റെ നുത്ഫത്തും ആവാം. പിന്നെ തഴീനുള്ളത് ഓരോ ദാബത്തിന്റെയും സൃഷ്ടിച്ച വെള്ളം ആ ദാബത്തിന്റെ അബിന്റെ നുത്ഫത്ത് എന്ന നിലക്ക് അത് തഴീനുണ്ട്. എങ്കിലും പിന്നെ മിമ്മായിൻ എന്ന് പറഞ്ഞത് ഓരോ ഫർദുകളിൽ നിന്നും, ഓരോ നുത്ഫത്തുകളിൽ നിന്നും എന്നാണ്. ആ ഒരു ഇന്ന നുത്ഫത്തിൽ നിന്ന് എല്ലാവരെയും പഠിച്ചു എന്നല്ല, ഓരോരുത്തർക്കും ഖാസായ നുത്ഫത്തിൽ നിന്ന് പഠിച്ചു. ആ നുത്ഫത്ത് ഏതും ആവാം. അല്ലാതെ ഒരു മൃഗത്തിനെ, എല്ലാ മൃഗത്തിനെയും ഒരു മുഅയ്യനായ നുത്ഫത്തിൽ നിന്ന് പഠിച്ചു എന്നല്ല. അല്ലെങ്കിൽ എന്താണ്? ഔ കുല്ല നൗഇൻ മിൻ അൻവാഇ ദവാബി, ദവാബിന്റെ ഇനങ്ങളിൽ നിന്ന് ഓരോ ഇനങ്ങളെയും, അത് നൗഇയത്തിനാവുമ്പോ അപ്പോ എന്താ? ഈ ഹിമാർ എന്ന നൗഇ, ഫറസ് എന്ന നൗഇ, ഇൻസാൻ എന്ന നൗഇ. അപ്പൊ ഇൻസാൻ എന്ന നൗഇനെ പഠിച്ചു, ഫറസ് എന്ന നൗഇനെ, ഓരോ നൗഇനെയും പഠിച്ചു മിമ്മായിൻ. ആ ഓരോ നൗഇനും ഖാസായ വെള്ളത്തിൽ നിന്ന് നാവും. അപ്പൊ ഇൻസാനെ പഠിച്ചത് ഇൻസാനിയത്തായ നുത്ഫത്തിൽ നിന്ന്, അത് അവ നൗഇയത്താവും. ഹിമാറിനെ പഠിച്ചത് ഹിമാരിയത്തായ നുത്ഫത്തിൽ നിന്ന്, ഫറസിനെ പഠിച്ചത് ഫറസിയത്തായ നുത്ഫത്തിൽ നിന്ന് എന്നാവും. ആദ്യം പറഞ്ഞത് ഓരോ ദാബത്തിനും ഖാസായ നുത്ഫത്ത് എന്നാണ്. ഇവിടെ ഇപ്പോൾ ഓരോ നൗഇൽ നിന്നും ഓരോ നൗഇകളെ പഠിച്ചു. ഇൻസാൻ എന്ന നൗഇനെ പഠിച്ചത് ഇൻസാനിയായ നുത്ഫത്തിൽ നിന്ന് എന്നായി. അവർ രണ്ട് സ്ഥലത്തും നൗഇനെ കരുതി. അതാണ് ഔ കുല്ല നൗഇൻ മിൻ അൻവാഇ ദവാബി, ദവാബിന്റെ ഇനങ്ങളിൽ നിന്ന് ഓരോ ഇനങ്ങളെയും, മിൻ നൗഇൻ മിൻ അൻവാഇൽ മിയാഹി,
വെള്ളത്തിന്റെ നൗകളിൽ നിന്ന് ഓരോ നൗഇൽ നിന്നും പഠിച്ചു. വഹുവ ആ നൗ മിയാഹിന്റെ നൗ നുത്ഫത്തുല്ലത്തി ഒരു നുത്ഫത്താണ്. അല്ലത്തി നുത്ഫത്ത് തഖ്തസു ആ നുത്ഫത്ത് ഖാസാവും ബിദാലിക്കൻ നൗഇ ആ ദാബത്തായ നൗ കൊണ്ട് ഖാസാവും. അതാണ് പറഞ്ഞത് ഇൻസാനിയായ നൗഇന് ഇൻസാനിയത്തായ നുത്ഫത്തിൽ നിന്ന് പഠിച്ചു. മിനദ്ദവാബി കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്നവിടെ നിൽക്കട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു